ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന റോബോട്ട് ഉണ്ടാക്കാൻ പോവാണ്. വളരെ സിമ്പിളായി കാണി എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോട്ട് പോയാലോ. ഫ്രണ്ട്സ്, നമുക്ക് ഈ റോബോട്ട് ഉണ്ടാക്കി നോക്കാനായിട്ട് വേണ്ടത് ഒരു ക്ലോക്കാണ്. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ക്ലോക്ക് സ്വിച്ച് രീതിയിലോട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ ആ രീതിയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ റോബോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ മൈക്രോ കൺട്രോൾ ബോർഡുകൾ വെക്കാറുണ്ട്. അതായത് ആർഡിനോ യൂനോ ബോർഡ് അല്ലെങ്കിൽ ആർഡിനോ നാനോ ബോർഡ് അങ്ങനത്തെ ബോർഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ റോബോട്ട് ഉണ്ടാക്കുന്ന നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ക്ലോക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റോബോട്ടിന് ബ്രെയിനായി കാണുമ്പോൾ നമുക്കാണ് ഈ ക്ലോക്കായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എണീക്കുന്നത് 6 മണിക്കാണെങ്കിൽ ഈ ഇതിൻ്റെ 6 മണിൻ്റെ നേരമായിട്ട് ഞാൻ ജസ്റ്റ് 2 ഇരുമ്പിൻ്റെ ചാലകങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ഇതിലൂടെ ആയിട്ട് വൈദ്യുതി കടന്നു പോകുന്ന 2 ചാലകങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ചാലങ്ങൾ ഷോർട്ടായി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കടത്തി വിടും. അപ്പോൾ ഈ കൃത്യം 6 മണിക്ക് നമ്മൾ മണിക്കൂർ സൂചി 6ൻ്റെ നേരെ എത്തുമ്പോൾ അത് ഷോർട്ടാവും. അപ്പോൾ ആ ഷോർട്ടാകുമ്പോൾ തന്നെ ഇതിലൂടെ വൈദ്യുതി കടന്നു പോകും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ക്ലോക്ക്. ഗായ്സ്, ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടർ എന്താ കിട്ടിയ വെച്ചാൽ നമ്മൾ സാധാരണ ടേബിൾ ഫാനൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്. ആ ടേബിൾ ഫാൻ എല്ലാ ഭാഗത്തോട്ട് റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഗിയർ മോട്ടറാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തല്ലി പൊളിച്ചെടുത്താൽ ഈ ഗിയർ മോട്ടർ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഗിയർ മോട്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കുറഞ്ഞ RPM കറങ്ങുന്ന മോട്ടറാണ്. അതായത് പതുക്കെ വല്ല ഇങ്ങനെ കറങ്ങി വരുന്ന മോട്ടറാണിത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ മിനി മോട്ടർ എടുക്കുകയാണ്, ചെറിയ 15 രൂപയുടെ മിനി മോട്ടർ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് RPM ഉള്ള മോട്ടറാണ്. അതായത് സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മോട്ടറാണ് വല്ല പതുക്കെ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു മോട്ടറാണ് എടുത്തുള്ളത്. ഈ മോട്ടറിന് ഇതിൽ പറ്റുള്ളൂ കേട്ടോ. ഇനി ഗായ്സ്, നമുക്ക് വേണ്ടത് ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. അപ്പോൾ ഈ സെൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സെൻസറിൻ്റെ മുന്നിലോട്ട് വലിയൊരു ഒബ്ജക്റ്റ് വന്നു നിന്നാൽ ഈ സെൻസർ റീഡ് ചെയ്യും. ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ടിലോട്ട് ഒരു പവർ അയക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഔട്ട്പുട്ടിലോട്ട് പവർ അയക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നമ്മൾ എന്താ കൊടുത്തുള്ളൂ എങ്കിൽ LED ബൾബാണെങ്കിൽ LED ബൾബ് കത്തും, അല്ലെങ്കിൽ ഒരു മോട്ടറാണെങ്കിൽ ആ മോട്ടർ കറങ്ങും. സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ആണോ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ കടക്കയുടെ ഏത് ഭാഗത്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസർ ഇങ്ങനെ റീഡ് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ കടക്കയുടെ സെൻറ്റർ ഭാഗത്താണ് ഈ സെൻസറിനെ മനസ്സിലാവും നമ്മൾ സെൻറ്റർ ഭാഗത്താണ് കടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സൈഡ് ഭാഗത്താണെങ്കിൽ സൈഡ് ഭാഗത്താണെന്നുള്ളത് ഈ സെൻസർ മനസ്സിലാക്കി എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിലോട്ട് പവർ അയക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സിമ്പിളായി വർക്കിംഗ് വരുന്നത്. ഇനി ഗായ്സ്, നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ വാട്ടർ പമ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മീറ്ററോളം വലിപ്പമുണ്ട്. അപ്പോൾ ഈ 2 മീറ്ററൊന്നും എന്തായാലും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ നമ്മളെ റോബോട്ട് നമ്മളെ വിളിച്ചു നിർത്തുന്നത് നമ്മളെ മുഖത്തോട്ട് വെള്ളമാക്കിയാണ്ടാണ്. അപ്പോൾ ഞാനാദ്യം വിചാരിച്ചു അങ്ങനെ മുഖത്തോട്ടൊന്നും വെള്ളം ആക്കണ്ടാണ്. പിന്നെ ഞാനാദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മളെ വൈബ്രേറ്റർ ഉണ്ടല്ലോ നല്ല രീതിയിൽ തരിപ്പിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചു നിർത്താമെന്നായിരുന്നു. പക്ഷേ അതും പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മേത്തോട്ടൊക്കെ നമ്മൾ വയറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നേരല്ലല്ലോ കിടക്കുക, പല ഭാഗത്തും കിടക്കും. അപ്പോൾ പല ഭാഗത്തും കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ വയറൊക്കെ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതി സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ ഈ നേരിട്ട് നമ്മൾ മുഖത്തോട്ട് വെള്ളം ആക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇത്രയും സാധനം വെച്ചാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് തരുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇട്ട് തരുന്നില്ല, ഓരോ ഘട്ടമായി കാണാൻ ഇട്ട് തരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താണല്ലോ വീഡിയോ എടുത്തരും, പിന്നെ കണ്ട് ടെസ്റ്റിങ്ങിന് വീഡിയോ ഇട്ടരും, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെ വെച്ചാൽ ഇവിടെ ഈ ക്ലോക്ക് മോട്ടറായിട്ടാണ്. അപ്പോൾ ക്ലോക്ക് മോട്ടർ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ക്ലോക്കിൽ കൃത്യം 6 മണിയാകുമ്പോഴേ, അതായത് നമ്മൾ ജസ്റ്റ് 6 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോക്കിൻ്റെ ഇതിലോട്ടായിട്ട് ജസ്റ്റ് 2 ചാലങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് സ്വിച്ച് മോഡൽ പ്രവർത്തിക്കും. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ മാതിരി തന്നെ ഒരു സ്വിച്ച് മോഡലിൽ ഇത് പ്രവർത്തിക്കും. അപ്പോൾ ഈ ക്ലോക്കിൽ സ്വിച്ച് ആണല്ലോ. അപ്പോൾ നമ്മുടെ മോട്ടറുണ്ട്, ഈ മോട്ടറിൻ്റെ സ്വിച്ചായിട്ട് നമ്മുടെ ക്ലോക്ക് പ്രവർത്തിക്കും. അതായത് കൃത്യം 6 മണിക്ക് നമ്മുടെ ഈ ക്ലോക്ക് ഒരു സ്വിച്ചായിട്ട് പ്രവർത്തിക്കും, അതായത് ഓണായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഓണാകുമ്പോൾ തന്നെ ഈ മോട്ടർ കറങ്ങും. അപ്പോൾ ഈ മോട്ടർ കറങ്ങി കഴിഞ്ഞാൽ ഇതിനാണ് ജസ്റ്റ് ഒരു കോല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോലിൻ്റെ ഇവിടെ ആയിട്ട് ഒരു പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോക്സിമിറ്റി സെൻസർ എങ്ങനെ സെൻസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ കട്ടിലെ മുകൾ ഭാഗത്തോട്ടായിട്ട് ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കോലുണ്ടല്ലോ, ഈ കോല് ജസ്റ്റ് എല്ലാ ഭാഗത്തോട്ടും അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആകുമ്പോൾ തന്നെ ഇവിടെ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടാകുമ്പോൾ ഈ സെൻസറിൻ്റെ മുന്നിലോട്ട് വലിയൊരു ഒബ്ജക്റ്റ് വന്നാൽ അത് സെൻസ് ചെയ്യും. അപ്പോൾ ആ സെൻസ് ചെയ്ത പവർ നേരിട്ട് നമ്മൾ മോട്ടറിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് കടന്നു കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കടക്കയുടെ സെൻറ്റർ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ സൈഡ് ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സെൻസർ സെൻസ് ചെയ്തുകൊണ്ട് നേരിട്ടുള്ള ആ സെൻസറിൻ്റെ ഔട്ട്പുട്ട് പവർ ഉണ്ടല്ലോ, ആ പവർ നമ്മൾ നേരിട്ട് ഒരു മോട്ടറിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വാട്ടർ പമ്പ് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുള്ളത്. അതായത് ഈ മോട്ടറിലോട്ട് പവർ വന്നു കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് വെള്ളം ഉണ്ടാവും. ആ വെള്ളം ജസ്റ്റ് സ്പീഡ് കറക്കിയാണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ പൈപ്പിലൂടെ കടത്തി വിടും. ആ കടത്തി വിട്ട വെള്ളം നേരെ നമ്മുടെ മുഖത്തിലോട്ട് ചാടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇതിന് വർക്കിംഗ് കഴിഞ്ഞ് ഇതിന് പവർ എങ്ങനെ വെച്ചാൽ
അവിടെ ഇതിനൊക്കെ പവർ കൊടുത്തുള്ളത് വെച്ചാൽ നമ്മൾ 5 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട്. ആ ചാർജ് ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നേരിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടറിലോട്ട് DC വോൾട്ടിൽ വർക്ക് ചെയ്യാത്ത മോട്ടറാണിത്. അപ്പോൾ ഈ മോട്ടർ AC വോൾട്ട് തന്നെ വേണം. അപ്പോൾ നമ്മളെ മോട്ടറും ക്ലോക്കും ഒരു വേറെ രീതിയിലാണ്. പിന്നെ നമ്മളെ പ്രോക്സിമിറ്റി സെൻസറും ഈ മോട്ടറൊക്കെ വേറെ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇത് AC വോൾട്ടും ഇത് DC വോൾട്ടും ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമുക്കിനി ഇത് കടക്കയിലോട്ട് സെറ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് കടക്കയിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ കടക്കയിലോട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഏത് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ വാട്ടർ പമ്പ് ഏത് രീതിയിൽ വെച്ചിട്ടുള്ളത് ഒക്കെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ വാട്ടർ പമ്പ്. അപ്പോൾ ഈ വാട്ടർ പമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വെള്ളം എടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള വെള്ളം തന്നെ കറക്കിയാണ്ട് ഈ പൈപ്പിലോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ ഈ വയറിങ് കാര്യങ്ങൾ ഞാൻ ഫ്ലഗിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അവിടെ ഫുള്ളായിട്ട് വയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇനിയുള്ള എന്താ വെച്ചാൽ നമ്മളെ ക്ലോക്ക് കേട്ടോ. നമ്മളെ ക്ലോക്ക് കണ്ടോ അവിടെ ആവുന്നുണ്ട്. ഇനിയുള്ള നമ്മുടെ മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടറിനെ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ അറിയാണ്ട് ഇതിനെ കുറിച്ച് കണ്ട്. കാരണം മോട്ടർ പറഞ്ഞാൽ കുറഞ്ഞ RPM കറങ്ങുന്ന മോട്ടർ ആയതുകൊണ്ട് നമ്മൾ അടിഭാഗത്ത് കിടക്കുമല്ലോ. അപ്പോൾ ഈ അടിഭാഗത്ത് കിടക്കുന്ന സമയത്ത് ഇത് വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ ഈ വെള്ളം വരുന്ന സമയത്ത് ഇവിടെ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ ഈ പ്രോക്സിമിറ്റി സെൻസർ സെൻസ് ചെയ്ത് ഔട്ട്പുട്ട് നേരെ നമ്മളെ വാട്ടർ പമ്പിലോട്ട് പോയിട്ട് ആ വാട്ടർ പമ്പിൽ നിന്നുള്ള വെള്ളം നമ്മുടെ പൈപ്പിലൂടെ അതിലൂടെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഏറ്റവും വെള്ളം ഉണ്ടാവും. ആ വെള്ളം സ്പീഡ് കറങ്ങുമ്പോൾ തന്നെ ഈ വെള്ളം സ്പീഡ് ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളെ മുഖത്തോട്ട് വീഴും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വാട്ടർ പമ്പ് ഈ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായിട്ട് ഇതിൻ്റെ AC വോൾട്ടിൻ്റെ ഫ്ലഗ് നമുക്ക് നേരെ കറണ്ടിലോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ കൃത്യം 6 മണി ആവണം. അപ്പോൾ 6 മണിയായാൽ മാത്രമേ ഇതൊക്കെ പ്രവർത്തിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 6 മണിൻ്റെ നേരെയായിട്ട് നമ്മൾ മണിക്കൂർ സൂചി വെച്ചിട്ടുണ്ട്. അപ്പോൾ മണിക്കൂർ സൂചി നമ്മൾ 6ലോട്ട് എത്തി കഴിഞ്ഞതൊക്കെ പ്രവർത്തിക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കടക്കയിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായിട്ട് നമുക്ക് ഇതിലോട്ട് കടന്നു കൊടുക്കാം. അപ്പോൾ കടന്നു കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ കടന്നിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങാം കേട്ടോ. നമ്മൾ രാത്രിയാണ് ചോദിച്ചോളൂ. നമ്മൾ ഉറങ്ങാണ്. അപ്പോൾ നമുക്ക് ഇനി 6 മണി ആവുന്നതിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 6 മണി എല്ലാം പ്രവർത്തിക്കും കേട്ടോ. സോ ഗൈസ് സംഭവം വളരെയധികം നന്നായി വർക്ക് ചെയ്തു. ഫുള്ളായിട്ട് തന്നെ വെള്ളം വന്നിട്ടോ. ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ ഈ രീതിയിൽ കിടക്കണില്ല ചെവിയിലോട്ടേ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വല്ലതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടാം. പിന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ള ഏകദേശം 5 ദിവസമൊക്കെ വെച്ചാണ്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മഴ ചെയ്യുന്ന നേരത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇതിന് നല്ല നല്ല വെറൈറ്റി കണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിലേക്കും ഗുഡ് ബൈ.